പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രമാണെങ്കിൽ ജോബിയെ കാണിയാണ്. എന്നിട്ട് ജോബി അടുത്ത് പറയുന്നുണ്ട്, നീ ഈ പറയുന്ന വീഡിയോയിൽ ചെയ്ത കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ പെണ്ണിന് വേണ്ടി ആ കുറ്റം നീ ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ജോബിയുടെ കോളറിൽ പിടിച്ച് വലിക്കുകയാണ്. നീ എന്താ വീട്ടിൽ വന്ന് പറഞ്ഞേ? എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരാനോ? അതിന് നിനക്ക് എൻ്റെ ഭാര്യ തന്നെ കിട്ടിയോളോ? പിന്നെ നീ വിളിച്ചതുകൊണ്ട് എൻ്റെ ഭാര്യ എന്തായാലും നിൻ്റെ എസ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്, ഞാനും കൂടെ വരുന്നുണ്ട്. ബാക്കി കാര്യം അവിടെ ഇരുന്ന് സംസാരിക്കാം. ഇനി ഈ വീഡിയോ ആരെങ്കിലും കാണുമോ, ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നീ കാരണം ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ജോബി പേടിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഫോൺ ഇനി നിനക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ജോബിയുടെ നിന്ന് ഫോൺ വാങ്ങിക്കുമ്പം മാനേജർ പറയാണ്, എൻ്റെ കമ്പനി കാര്യങ്ങളെല്ലാം ആ ഫോണിൽ, ഇനി ഞാൻ ആ വീഡിയോ കാണത്ത പോലും ഇല്ല, ആ ഫോൺ ഇങ്ങ് തരാൻ പറയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ ആ ഫോൺ കൊടുക്കുകയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ, ഇനി ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് ഇറങ്ങിപ്പോവല്ലേ എന്ന് പറയുകയാണ്. ഇല്ലില്ല, ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, പറയുകയും ചെയ്യത്തില്ല എന്നും പറഞ്ഞിട്ട് ജോബി അവിടുന്ന് രക്ഷപ്പെടുവാണ്. അങ്ങനെ വിക്രം നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം വേദയാണെങ്കിൽ ചോദിക്കുകയാണ്, എവിടെ പോയിരുന്നെയാ ഇത്രയും നേരം? കുറേ നേരം കൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നല്ലോ, എവിടെ പോയതാ എന്ന് ചോദിക്കുകയാണ്. അതെ, നിന്നെ വന്ന് ആ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് ക്ഷണിച്ച ആ മഹാനുണ്ടല്ലോ, ആ ജോബി ഒന്ന് കാണാൻ പോയത്. നിങ്ങളെന്തിനാ ജോബിയെ കാണാൻ പോയത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലേ ഈ കാര്യം, ഞാനായിട്ട് വേണ്ടുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്, വിക്രം ഇടപെടേണ്ട എന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ പോയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ട് അവന് ഞാനായിട്ടൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ അത് ശരിയാകത്തില്ലല്ലോ. എന്തായാലും നിൻ്റെ ഭർത്താവല്ലേ ഞാൻ, ആ ഒരു മറുപടി അവന് കൊടുക്കണ്ട എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വേദവിക്കുകയാണ്, ജോബിയെ അടിച്ച് ശരിയാക്കിയോ എന്ന് ചോദിക്കുകയാണ്. അയാൾക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, അയാളെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് പറഞ്ഞ് ഉപദേശിച്ച് നേരെയാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ വേദ പറയാണ്, എങ്ങനെ ഉപദേശിച്ചെന്നാണ് പറയുന്നത്? അയാളുടെ കാലും കൈയും എല്ലാം തല്ലി ഒടിച്ചാന്ന് ഉപദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഇനി അവൻ ഇത് ആവർത്തിച്ച അവന് സംഭവിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, അതുകൊണ്ട് ഇനി അവൻ ഈ വഴിക്ക് വരുത്തുമില്ല, ആ വീഡിയോ പോലും ഇനി അവൻ കാണത്തില്ല എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, അപ്പം അവന് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ ഇനി ഇങ്ങനെ സംഭവിച്ചാൽ അവൻ ഈ ഭൂമിക്ക് മുകളിൽ കാണത്തില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാൻ പറഞ്ഞല്ലേ പോകണ്ട എന്ന്, അയാൾക്ക് വേണ്ടുന്ന മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യമില്ലാതെ അയാളുടെ പുറകെ നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് അങ്ങേരെ എന്തെങ്കിലും ഏടാ കൊടുക്കുക ഉണ്ടാക്കി വെക്കുമോ എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പം വിക്രം പറയാണ്, അങ്ങനൊന്നും ഉണ്ടാവത്തില്ല, അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള വേലയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിക്രം പറയാണ്. എന്തായാലും നാളെ മൂലം നീ എസ്റ്റേറ്റ് തേയിലത്തോട്ടത്തിലേക്ക് പൊക്കോ, കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഇനി അവൻ ഒരു പ്രശ്നത്തിനും വരത്തില്ലെന്ന് വിക്രം പറയാണ്. വേദ പറയാണ്, ഞാൻ അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ വിക്രത്തിൻ്റെ അടുത്ത്, ഈ കൂലിയുടെ കാര്യം, അത് അങ്ങനെ നമ്മുടെ മനസ്സിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല, അത് തൊഴിലാളികളെ അറിയിക്കേണ്ടായോ എന്ന് ചോദിക്കുകയാണ്. വിക്രം പറയാണ്, അത് വേണം, ഞാൻ വിചാരിച്ച് ഇപ്പോഴേ ഇങ്ങനെ അതിനു വേണ്ടിയൊന്നും ഇറങ്ങണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല, അതുകൊണ്ട് ഈ കാര്യം തൊഴിലാളികൾ അറിയണം, അതിനു മുമ്പ് ഒരാൾ അറിയണമെന്ന് വിക്രം പറയാണ്. അപ്പം വേദവിക്കണം, അതാരാ? അത് അച്ഛനോട്, മൈക്കിൾ അച്ഛനോട് പറയണം. ഞാൻ മൈക്കിൾ അച്ഛനോട് എൻ്റെ ജീവിതത്തിലെല്ലാം നടന്ന കാര്യവും കുമ്പസരിച്ചിട്ടുണ്ട്, ഇപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛനറിയാം, ഈ കാര്യം ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ അറിയണം എന്ന് വിക്രം പറയാണ്. അപ്പം വേദ പറയാണ്, വിക്രം മൈക്കിൾ അച്ഛനോട് പറഞ്ഞു, മോളി ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞോളാം, മോളി ചേച്ചി ബാക്കി കാര്യം തൊഴിലാളിത്തക്കെല്ലാം മോളി ചേച്ചി അറിയിച്ചോളാം, എന്താ ഇങ്ങനെ അവന് ഈ പരിപാടി കാണിക്കുന്ന കാര്യം തൊഴിലാളികൾ അറിയണമല്ലോ, അങ്ങനെ തൊഴിലാളികളെ ഊറ്റി അവൻ ജീവിക്കണ്ട, ഇനി അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് വേദ പറയുകയാണ്. വിക്രം പറയാണ്, ഞാൻ അച്ഛനെ കാണുന്നുണ്ട്, അവൾ തന്നെ അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് വിക്രം പറയാണ്. അങ്ങനെ വേദയാണെങ്കിൽ കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്തു വെക്കുകയാണ്. അങ്ങനെ പിറ്റേന്നായപ്പോൾ വിക്രം നേരെ ഗീവർഗീസ് ഏട്ടൻ വന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അനിയും കുട്ടനെയും കൊണ്ടുപോകുന്നുണ്ട്. മോളി ചേച്ചിയും വേദയും കൂടെ ജോലിക്ക് പോകുന്നുണ്ട്. മോളി ചേച്ചി ചോദിക്കുന്നുണ്ട്, പനിയൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പനിയൊക്കെ മാറി, കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഇപ്പം ഞാൻ പഴയതൊക്കെ ഉഷാറായെന്ന് പറയാണ്. അതെ, ഇന്നലെ ഇവിടെ മാനേജർ വന്നെന്ന് പറഞ്ഞ് അയാൾ എന്തിനാണ് വന്നത്? വേദയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞ് വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അയാൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഏത് തൊഴിലാളിക്ക് സുഖമില്ലാതെ വന്ന് അങ്ങനെ വീട്ടിൽ വന്നൊന്നും അന്വേഷിക്കുന്ന പരിപാടി അയാൾക്കില്ലല്ലോ എന്ന് മോളി ചേച്ചി പറയാണ്. അപ്പോൾ വേദ പറയാണ്, അയാളുടെ ഉദ്ദേശം വേറെയാണ്, അയാൾക്ക് വേണ്ടുന്ന മറുപടി ഞാൻ ഇന്നലെ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്, ഇനി അയാൾ ഈ പരിസരത്ത് വരത്തില്ല എന്ന് വേദ പറയാണ്.
അപ്പം മോളി ചേച്ചി പറയാണ് എനിക്ക് ആദ്യമേ തോന്നി അയാളുടെ നോട്ടോ ഭാവമൊന്നും അത്ര ശരിയല്ലെന്ന്. അതാ മോളുടെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞത്. അത് കുഴപ്പമില്ല ചേച്ചി, അയാൾക്ക് വേണ്ടത് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് വേദയും മോളി ചേച്ചിയും കൂടെ പോവുകയാണ്. അങ്ങനെ വിക്രവും ഗീവർഗീസേട്ടനും അനിയൻകുട്ടനും കൂടെ പള്ളിയിൽ ചെല്ലുകയാണ്. അപ്പം വിക്രമാണെങ്കിൽ ഗീവർഗീസേട്ടൻ പറയുന്നുണ്ട് ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ കാണാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് മൈക്കിൾ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അപ്പം മൈക്കിൾ അച്ഛൻ്റെ അടുത്ത് വന്ന് വിക്രം പറയാണ്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അപ്പം അച്ഛൻ പറയാണ്, എന്താ പറഞ്ഞോ. അത് അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും പറഞ്ഞോ വിക്രം, കുഴപ്പമില്ല, എന്നോടല്ലേ പറയുന്നത്, നീ പറഞ്ഞോളാൻ പറയാണ്. അങ്ങനെ വിക്രം പറയാണ്, അച്ഛാ അത് തോട്ടത്തെക്കുറിച്ച്, തോട്ടം തൊഴിലാളിയെക്കുറിച്ചൊരു കാര്യം പറയാനാണെന്ന് പറയാണ്. എന്താ, അവരെക്കുറിച്ച് എന്ത് പറയാനുള്ളത്? അത് വേദി അവിടെ ചെന്നപ്പം ആദ്യത്തെ ദിവസം മാനേജറുണ്ടല്ലോ, മാനേജറാണെങ്കിൽ ഒരു പേപ്പർ കൊണ്ടുവന്ന് ഒപ്പിടിപ്പിച്ച്. അപ്പം അവൾക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ എന്നാ മാനേജർ വിചാരിച്ച്. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്ന ശമ്പളമൊന്നും തൊഴിലാളികൾക്ക് കൊടുക്കുന്നില്ല, അധികമാക്കി കുറച്ച് ശമ്പളമാണ് തൊഴിലാളിക്ക് കൊടുക്കുന്നതെന്നാണ് വേദ എന്നോട് പറഞ്ഞത്. ആ മാനേജറാണെങ്കിൽ അവിടുത്തെ തൊഴിലാളികളെയൊക്കെ പറ്റിക്കുകയാണെന്ന് വിക്രം പറയുകയാണ്. അപ്പം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അച്ഛനോട് ഈ കാര്യം പറയുന്നുണ്ട്. അപ്പം മൈക്കിളച്ഛൻ പറയാണ്, അത് നല്ല പ്രവൃത്തിയല്ലല്ലോ, ആ പാവപ്പെട്ട തൊഴിലാളികളെ പറ്റിക്കുന്ന അത്ര നല്ല കാര്യമല്ലല്ലോ. ഈ കാര്യം വേദ അന്ന് തന്നെ എന്നോട് വന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ വേദയ്ക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും അറിഞ്ഞുകൂടാന്നാണ് മാനേജർ വിചാരിച്ചേക്കുന്നത്. പക്ഷേ വേദയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു. അച്ഛനോട് ഇത് പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല എന്ന് വിക്രം പറയാണ്. അപ്പോൾ മൈക്കിൾ അച്ഛൻ പറയാണ്, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം, വിക്രം ചെല്ല്, ഇതിന് വേണ്ടുന്ന എന്ത് പരിഹാരമാണെന്ന് എനിക്കറിയാം എന്ന് പറയാണ്. അങ്ങനെ വിക്രം അങ്ങ് പോവുകയാണ്. മൈക്കിളച്ചൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് തോട്ടത്തിലാണെങ്കിൽ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോളി ചേച്ചി പറയുന്നുണ്ട്, ഇന്നും വന്ന് കുറുക്കൻ അവിടെ നിൽപ്പുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, കുറുക്കൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ, ഇനി ഇങ്ങോട്ട് ഒരു കണ്ണും കുറുക്കൻ്റെ എത്തത്തില്ല, അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വേദ പറയുകയാണ്. മോളി ചേച്ചി പറയാണ്, ആ അത് കാണാനും ഉണ്ട്, ഇന്നലത്തെ കൂട്ട് ഈ ഭാഗത്തോട്ട് നോക്കുന്ന പോലും ഇല്ല എന്ന് പറയുകയാണ്. അപ്പം അവിടെ നിന്നൊരു ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ കഥ പറയുന്നത്? ഏയ് ഒന്നുമില്ല എന്ന് മോളി ചേച്ചി പറയുന്നുണ്ട്. അപ്പം വേദ പറയാണ്, ഞാനൊരു കഥ പറയട്ടെ ചേച്ചിയെടുത്ത്. എന്ത് കഥ എന്ന് മോളി ചേച്ചി ചോദിക്കുകയാണ്. ഇത് തൊഴിലാളികളെ സംബന്ധിച്ചൊരു കഥയാണ്, ഇത് സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്ന് വേദ പറയാണ്. മോളി ചേച്ചി ചോദിക്കുകയാണ്, അതെന്ത് കഥ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, അതെ എനിക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും അറിഞ്ഞുകൂടാന്ന മാനേജറിൻ്റെ വിചാരം, ചേച്ചിക്കറിയാമല്ലോ, എനിക്ക് അതൊക്കെ അറിയാം. അപ്പം കഴിഞ്ഞ ദിവസം ഒരു പേപ്പർ കൊണ്ടുവന്ന് എന്നെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. മോളി ചേച്ചി പറയാം, ഓർമ്മയുണ്ട്, അത് എല്ലാവരെയും കൊണ്ട് സൈൻ എടുപ്പിക്കുകയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലോ. ഓ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചേച്ചിക്കറിയാമോ? അവർ പറയുന്ന കൂലി, അതിനകത്ത് പറയുന്ന കൂലി നമുക്ക് തരുന്നില്ല, അധികമൊക്കെ വളരെ കുറച്ചാണ് തരുന്നത്. മോളി ചേച്ചി പറയാണ്, അതെന്താ മോളെ അങ്ങനെ? അത് ആ കൂലി മൊത്തത്തിൽ നമുക്ക് തരുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് തന്നിട്ട് ബാക്കി നമ്മുടെ മാനേജർ എടുക്കുന്നുണ്ട്. അപ്പം ഈ തോട്ടത്തിലുള്ള എത്ര തൊഴിലാളികളുണ്ട്, തൊഴിലാളികളെല്ലാം ഈ മാനേജർ പറ്റിക്കുകയാണ്, എല്ലാവർക്കും കുറച്ച് വേതനം കൊടുത്ത് ബാക്കി അയാൾ മുക്കുകയാണ് ചെയ്യുന്നതെന്ന് വേദ പറയാണ്. അപ്പോൾ മോളി ചേച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ മോളി ചേച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. ചേച്ചിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടുന്ന ശമ്പളം കൃത്യമായി നമുക്ക് തരുന്നില്ല, നമുക്കിപ്പം കിട്ടുന്ന 350 രൂപയല്ല നമുക്ക് കിട്ടേണ്ടത്, അതിൽ കൂടുതലുള്ള ശമ്പളം നമുക്ക് കിട്ടാനുണ്ട്, അത്രയും ശമ്പളം നമുക്ക് തരുന്നുണ്ടെന്നാണ് അയാൾ എഴുതി വാങ്ങിക്കുന്നത്, പക്ഷേ നമുക്ക് അത്രയും തരുന്നില്ല, ബാക്കി തരുന്ന നമുക്ക് കിട്ടേണ്ട പകുതിയിൽ കൂടുതൽ പൈസയും അയാൾ എടുക്കുകയാണ്, ഇത്രയും തൊഴിലാളികളുടെ പൈസ അയാൾ എടുക്കുകയാണെന്ന് വേദ പറയുകയാണ്. അപ്പം മോളി ചേച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് എല്ലാവരെയും പറ്റിക്കുന്നതിന് തുല്യമാണ്, നമുക്കൊന്നും വായനയും എഴുത്തും അറിഞ്ഞുകൂടാന്ന് വിചാരിച്ച് ഇയാൾ സൈനിട്ട് വാങ്ങിക്കുകയാണ്, നമ്മളെ നന്നായിട്ട് പറ്റിക്കുകയാണെന്ന് വേദ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ മോളി ചേച്ചി പറയുകയാണ്, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ, എല്ലാവരെയും അറിയിക്കണ്ടേ? അപ്പോൾ വേദ പറയുകയാണ്, എല്ലാവരെയും അറിയിക്കണം, അയാളോട് ചോദിക്കുകയും വേണം എന്ന് പറയുകയാണ്. അപ്പം മോളി ചേച്ചി പറയുകയാണ്, ഇത്രയും കാലം അയാൾക്ക് വേണ്ടി അയാൾ നമ്മുടെ മാനേജറായിട്ട് നിന്ന് നമ്മൾ ഈ ജോലി ഇത്രയും ചെയ്തിട്ട് അയാൾ ഇത്രയും രീതിയിൽ നമ്മളെ പറ്റിക്കുകയായിരുന്നു. മോളി ചേച്ചി പറയുകയാണ്, എല്ലാവരെയും അറിയിക്കണം, അയാളടുത്ത് ചോദിക്കുക തന്നെ വേണമെന്ന് വേദയും മോളി ചേച്ചിയും കൂടെ തീരുമാനിക്കുകയാണ്. എന്തായാലും ജോബിക്കുള്ളൊന്ന് മുട്ടം പണിയായിട്ട് വേദ വരുന്നുണ്ട്. അതുപോലെ ഇനി വിക്രത്തിൻ്റെ പെണ്ണിനെ ജോബി തൊടത്തുമില്ല, ഒന്നും പറയാനും വരത്തില്ല, ആ അവസ്ഥയിലായിട്ടുണ്ട് ജോബി.